റെസ്പെക്റ്റ് ആണ് പ്രവാസികളോടൊക്കെ ഉള്ളത്. ഒരു കട്ടൻ ചായ കുടിച്ച 300 രൂപയാണ് കട്ടൻ ചായ വന്ന്. ഗായ്സ് നമ്മൊരു ഗോപാൽ ചിപ്സ് മേടിച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മ രാവിലെ തന്നെ ഒരു സ്ഥലം വരെയും പോവുകയാണ്. ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് ഇമ്രാൻ ഉണ്ട്, കൂടെ എൻ്റെ സ്വന്തം ക്യാമറമാൻ സൽമാൻ പാച്ചു. ഇന്ന് നമ്മ എവിടൊക്കെ പോണെന്ന് വെച്ചാല് നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ അവരൊന്ന് പിക്ക് ചെയ്യാൻ പോണാണ്. അപ്പൊ പോണ വഴിക്ക് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും എയർപോർട്ടിൽ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വ്ലോഗ് കാണുന്നതായിരുന്നെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ മസ്റ്റായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മ കുറച്ച് നേരത്തെ ഇപ്പൊ എത്തിയേക്കണ്. അവന്റെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് 7:45. അപ്പൊ നമുക്ക് ഒരു അരമണിക്കൂർ മുമ്പ് നേരത്തെ എത്തിയേക്കണത്. ജസ്റ്റ് നമുക്കൊന്ന് എയർപോർട്ടിന്റെ മൊത്തം ഒന്ന് മുകളിലേക്ക് ഒന്ന് പോയി കറങ്ങിട്ട് വരാം. മുകളിലേക്ക് പോവാണ്. മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറപ്പെടൽ സ്ഥലമാണ്. അതൊരു പ്രത്യേകത, ഒരു ഫീലുള്ള സ്ഥലമുണ്ട് അത് പുറപ്പെടല്. കാരണം ആ ഒരു ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രവാസികളുടെ നെഞ്ചിലൊരു തീയാണ്. അത് എനിക്ക് അത്ര വലിയ ഫീൽ ആവൂല, കാരണം ഞാൻ 2 മാസം ഒന്നുള്ളൂടാ. എന്നാലും സ്ഥിരമായിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും അത് ഒരു ഭയങ്കര ഫീലാണ് അത്. അപ്പൊ പ്രവാസം ഇസ് നോട്ട് എ ഈസി ജോബ്, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട്. അപ്പൊ അത് റെസ്പെക്റ്റ് ആണ് പ്രവാസികളോട്. അപ്പൊ നമുക്ക് ആ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഏറ്റവും കൂടുതൽ കരച്ചിലുകൾ നടക്കുന്ന സ്ഥലങ്ങളാണിത്. അവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഓരോ ഫാമിലീസ് കാണിച്ചു കൊടുത്ത് ഓരോ കരച്ചിലും കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ. ഇന്ന് തിരക്കുറവുണ്ട് ഇവിടെ. രാവിലെ അതിന്റെ പേരിലായിരിക്കും. ഇവിടെ എയർപോർട്ടിന്റെ ഉള്ളില് ഒരു ചായക്കൊക്കെ എത്ര രൂപയെന്നറിയോ? അന്നൊരു കട്ടൻ ചായ കുടിച്ച 300 രൂപയാണ് കട്ടൻ ചായ വന്നത്. എയർപോർട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. എടാ എന്തിനു നോക്ക്, ഇവിടെ അതൊക്കെ മാറ്റി നോക്ക്. എന്ത് അതിട്ടാ കൂടുതലാണ് കണ്ടത്. എനിക്ക് തോന്നുന്നുണ്ട് ക്വാണ്ടിറ്റി ഒരെണ്ണം മതി. സെലക്ട് ചെയ്താ 3 എടുക്കണോടാ. ക്വാണ്ടിറ്റി 3 ആക്കണം. അങ്ങനൊന്നുമില്ല, മാക്സിമം 3 എവിടെ പോയില്ലേ? സാധനം എന്താന്നറിയോ നിനക്ക്? എന്താന്നില്ലേ? വരാത്ത സാധനത്തിന്റെ പേര് ഗോപാല. ഗോപാൽ നമുക്കീൻ. ഹലോ, എടുക്ക്. ഗായ്സ് നമ്മൊരു ഗോപാൽ ചിപ്സ് മേടിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. പൊട്ടിക്കത് ഗോപാൽ ചിപ്സ്. ഇത് മറ്റേ സാധനോടാ, മറ്റേ 1 രൂപയുടെ മറ്റേ പാക്കറ്റ് ഇട്ടിരുന്നേ. മറ്റേ 1 രൂപയുടെ മറ്റേ പാക്കറ്റ് കാണിച്ചല്ലേ അതന്നെ. അത് ചോദിക്ക്. ഒരു ഗേറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഗേറ്റ് ഉണ്ടത്. ആ ഗേറ്റ് കയറി കഴിഞ്ഞാൽ ബ്ലാങ്ക് ആണ്, നമ്മ കട്ടാണ്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അല്ലടാ, അത് ആ ഗേറ്റ് കയറി കഴിഞ്ഞാലേ ഒരു വേറൊരു ഫീലാണ്. കാരണം നമ്മ ഇനി എപ്പോഴാണ് തിരിച്ചു തന്നെ എന്നുള്ളൊരു ഇതും ഉണ്ടാവില്ലേ. പ്രവാസികളൊക്കെ സമ്മതിക്കണം കേട്ടോ, അവരത്രയും എഫേർട്ട് എടുത്ത് നിക്കണേന്. ഇനി അവൻ വന്നിട്ട് കാണാം. കുറച്ചൊക്കെ എന്താ എത്തിച്ചേർന്നിട്ടുണ്ട്. തന്റെ പ്രവാസ ജീവിതത്തിലെ ഒരു ഇടവേളകൾക്ക് വേണ്ടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വരണത് ഇവിടെ നോക്കാം, നേരെ നോക്കണം. ബാംഗ്ലൂർ അപ്പുറത്തേക്കോ വരാനുണ്ട്. മൈക്കുണ്ട്.
എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര എങ്ങനെയുണ്ടായിരുന്നു? പുറത്തിറങ്ങിട്ട് കാണാം. ഓക്കെ, നമ്മളെ ചെക്കനായി എടുത്ത് നമ്മ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോണ വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. എന്തായാലും ഒരു വലിയ അടിക്കും ഉറപ്പാണ്. ഈ വരവ് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്റെ കല്യാണം നടത്തുന്നത്. അതെ, എനിക്ക് കാരണം ഇവന്റെ ഒക്കെ കല്യാണം നമ്മളെ മുതിർന്നവർക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാണ്ട് നിക്കുമ്പോഴേ നമുക്കൊരു ഇതാണ്. ഒരു വയസ്സ് മുത്താണ് സംഭവം. പിന്നെന്താ, പ്രവാസികളോട് ചോദിക്കണ്ട ചോദ്യം ചോദിച്ചില്ല അതിനോട്. എത്ര ദിവസം ലീവ്? ഒരു മാസം ലീവ്. അപ്പൊ ഒരു മാസം നമ്മളെ കൂടെ ഉണ്ടാവും. പെരുന്നാളും കൂടി തിരിച്ചു പോകാം. ഓക്കെ, എല്ലാം നടക്കട്ടെ. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് പോണ വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമ്മ തിരിച്ച് നമ്മുടെ സ്ഥലത്തെത്തി കൊടുങ്ങല്ലൂര്. പോണ വഴിക്ക് ഒരു കരിമ്പൂൻ ജ്യൂസ് കുടിച്ചിട്ട് പോവാന്ന് വെച്ച് കരിമ്പൂൻ ജ്യൂസ് കുടിക്കാം. അത് ഒറ്റയൊക്കെ ഉണ്ടാവൂല. പറഞ്ഞോ, കാണാൻ വീഡിയോ മതിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഞ്ചി നാരങ്ങ ഇട്ട്, ഇഞ്ചി നാരങ്ങ പിന്നെ കരിമ്പ് കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട് സാധനം? കുടിച്ചിട്ട് എങ്ങനെയായിരുന്നു? കറക്റ്റ് തണവ്, എല്ലാം സെറ്റാണ്. തണവ് ഇതിവിടെ കൂടി അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ള മറ്റേ ഒച്ചാരണേ. അപ്പൊ ഇനി നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് അവനെ വീട്ടിലിറക്കണം. വീട്ടിലിറക്കിയിട്ട് ഒരു ബൈ ബൈ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക്. എന്റെ മോന്റെ ഗൾഫിലെ വരവും കാത്ത് വാപ്പോണ്ടിരിക്കും. അപ്പ കേട്ടോ, ഹായ്. അത് ഫുട്ബോൾ കളിച്ച് വീണാണ്. കുറച്ചു ദിവസമായി, ഒരാഴ്ച മേലെ കളിച്ചിട്ട് വീണാണ്. ഇല്ല, അതിന് ശേഷമാണ്. കുറച്ചു ദിവസമായി. ഗൾഫുകാരൻ്റെ രാജുവല അജുവനാണോ? തന്റെ വരവും കാത്ത് തന്റെ ഉമ്മയും മോനും കാത്തിരിക്കുകയാണ്. വെയിറ്റ് എടാ, എങ്ങനെ വിട്ടോട്ടോ. കേറിട്ട് വെള്ളം കുടിച്ചിട്ട് പോന്നേ. നല്ല മകേറ. അപ്പൊ നമുക്ക് നമ്മുടെ പെട്ടി പൊട്ടിക്കലാണെങ്കിൽ കട എവിടെ മിഠായി പറഞ്ഞോ. ഇപ്പൊ തന്നെ കരിമ്പ് ജ്യൂസ് കുടിച്ച് വന്നോളൂ. നമ്മ ചെക്കനെ വീട്ടിലാക്കി നമ്മ വീട്ടിലേക്ക് ഇറങ്ങണ്. അപ്പൊ ഇതുവരെ വ്ലോഗ് കണ്ട എല്ലാരും ആരും അല്ലേ. അപ്പൊ വ്ലോഗ് കണ്ട എല്ലാവർക്കും നന്ദി. വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വ്ലോഗ് അവസാനിപ്പിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. ബൈ.